കൊടും ചൂടുള്ളപ്പോൾ വീട്ടിലെല്ലാവരും എന്നോട് പറയും കുറച്ച് മുളകും മല്ലിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കാൻ. കാരണം ഞാൻ എന്ന് മുളകും മല്ലിയും വാങ്ങിക്കുന്നോ അന്നൊക്കെ മഴ പെയ്തിരിക്കും, അല്ലെങ്കിൽ മഴയുടെ കോളെങ്കിലും കാണും. അപ്പോൾ നല്ലതുപോലെ വെയിലൊക്കെ ഉറയ്ക്കുന്നതിന് മുമ്പ് ഞാനതൊക്കെ ഇങ്ങനെ തട്ടിയിടാമെന്ന് വിചാരിച്ചു. വെയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ വലിയ പാടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ച കൂടുതലായി വാങ്ങിച്ച് വെച്ചിട്ട്. നമുക്ക് നന്നായിട്ട് ചൂടടിക്കുന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ഇവിടെ വെയിൽ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇതൊന്നും കഴുകിയിടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വെയിലുണ്ടെന്ന് കരുതിയിട്ട് അങ്ങ് കഴുകിയിടാന്ന് വെച്ചപ്പോൾ എവിടേക്കോ ഒരു കോള് കാണുന്നതുകൊണ്ട് മുളക് കഴുകിയില്ല, ഞാനങ്ങ് തട്ടിയിട്ടു. ചിലപ്പോൾ പണി കിട്ടും കഴുകിയിട്ട. മല്ലി മാത്രം കഴുകി ഞാൻ നിരത്തിയിട്ടു കേട്ടോ. അവിടെ ഇരുന്ന് വെയിൽ അത്രയും കൊണ്ട് ചൂടടിച്ച് സഹിക്കാൻ കഴിഞ്ഞാൽ ഓടിപ്പോയി സിറ്റോടി ചെന്ന് ഫാനിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ പറ്റത്തില്ലല്ലോ, കിച്ചണിൽ കിടക്കുകയല്ലേ ബാക്കി പണികൾ. അപ്പോൾ ഓടി കിച്ചണിലേക്ക് ചെന്ന് വിഴുക്ക് വരട്ടിക്കും തീയലിനും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ട് നോക്കുമ്പോൾ തേങ്ങയില്ല. അപ്പോൾ തേങ്ങ സ്ഥിരമായിട്ട് അച്ഛനാണ് പൊതിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പ്രാവിക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പൊതിക്കുകയാണ്. അച്ഛനാണെങ്കിൽ അവിടെ ഇല്ലതാനും. കാരണം തെങ്ങങ്ങ് മുറിച്ചാലോ എന്നൊക്കെ ഞാനിരുന്ന് ആലോചിക്കുക. അപ്പോൾ പിന്നെ അമ്മക്ക് അങ്ങനെ അങ്ങ് മുറിച്ച് കളയാൻ പറ്റുമോ? പൊന്ന് കായ്ക്കുന്ന തെങ്ങല്ലേ. അപ്പോൾ അതാ പൊതിക്കുന്ന പാടേ ഉള്ളൂ, തിരികാൻ വളരെ എളുപ്പം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ അതാ തീയിലൊക്കെ ആയ ഒരു മുട്ട കൂടി പൊരിച്ച് വെച്ചപ്പോഴേക്കും എൻ്റെ അനിയത്തി ഓടി വന്ന് ഓൾറെഡി ചോറൊക്കെ പിന്നെ കഴിക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തോട്ടൊന്ന് പോകണം. അപ്പോൾ ഞാൻ അവളുടെ കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.